ഐ ചെറി ഐ എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയാം. എൻ്റെ പല പേരൻസും എൻ്റെ പെറ്റ് പേരൻസ് പലരും ചെറിയ ഐയെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്. എങ്കിലും ചെറിയ ഐയെക്കുറിച്ച് ഉള്ള കൃത്യമായ വിവരണം തരാം. ചെറി ഐ നായ്ക്കളിലെയും പൂച്ചകളുടെയൊക്കെ ഈ കണ്ണിൻ്റെ ഇവിടെ മീഡിയൽ ഐ കാന്തസ് എന്ന് പറയും, അവിടെ ഉള്ള ഒരു ചെറിയ ഗ്രന്ഥിയായിട്ടുള്ള ഹാർഡേറിയൻ ഗ്ലാൻഡ്, ആ ഹാർഡേറിയൻ ഗ്ലാൻഡ് വലുതായി വീർത്ത് ഹൈപ്പർപ്ലാസ്റ്റിക് ഹാർഡേറിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറും. ഹൈപ്പർപ്ലേഷ്യ വന്ന് വീർത്ത് വലുതായി ഒരു പഴുത്ത ചെറി പോലെ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ. ചിലപ്പോൾ ഒരു കണ്ണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ട് കണ്ണിലും ഉണ്ടാവും. അങ്ങനെ കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ചെറി ഐ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, ചെറിയ ഐ പൂച്ചകളിലും പട്ടികളിലും ഉണ്ടാവാറുണ്ട്. പട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, പൂച്ചകളിലും ഇഷ്ടംപോലെ ഞാൻ പൂച്ചകളിൽ കണ്ടിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറി ഐ ഒരു സർജിക്കൽ കണ്ടീഷനാണ്. അതായത് ചെറി ഐ സർജറി കൊണ്ട് സുഖപ്പെടുത്താവുന്ന ഒരു രോഗമാണെന്നർത്ഥം. ചെറിയ ഐ അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ഹാർഡേറിയൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡിൻ്റെ ഹൈപ്പർപ്ലേഷ്യ അഥവാ വലുതാകലാണ് ഈ ചെറി ഐ. എന്നാൽ ട്യൂമറല്ലത്, ഒരു ക്യാൻസറോ ട്യൂമറോ ഒന്നുമല്ല, എങ്കിലും ഹൈപ്പർപ്ലേഷ്യയാണ്. അപ്പോൾ ചെറിയ ഐ ഹാർഡേറിയൻ ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഹാർഡേറിയൻ ഗ്ലാൻഡ് ഈ കോർണിയ എന്ന് പറയുന്ന രക്തചംക്രമണം ഇല്ലാത്ത ഒരു സ്ഥലം, കോർണിയ അതായത് കണ്ണിൻ്റെ നേത്രപടലം, ഏറ്റവും പുറത്ത് നേത്രപടലം, ആ നേത്രപടലത്തിൽ ബ്ലഡ് സപ്ലൈ ഇല്ല. ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ആ ഭാഗത്തിന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി അഥവാ ഈശ്വരൻ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് ഈ ഹാർഡേറിയൻ ഗ്ലാൻഡ്. അതുതന്നെയാണ് വലുതായി ചെറിയ ഐ ആയി മാറുന്നത്. അപ്പോൾ ചെറിയ ഐ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ ഹാർഡേറിയൻ ഗ്ലാൻഡ് അത്ര വലിയ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാൻഡ് അങ്ങനെ തന്നെ എടുത്ത് കളയാം. സാധാരണഗതിയിൽ ഗ്ലാൻഡ് എടുത്ത് കളയുന്നതിന് കാരണം ആവശ്യമുള്ളതാണല്ലോ, അത് ഈ കോർണിയയെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ കഴിയാവുന്നിടത്തോളം കൺസേർവ് ചെയ്യുകയാണെന്നല്ലോ ചെയ്യുന്നത്. അങ്ങനെ കൺസേർവ് ചെയ്തുകൊണ്ടുള്ളൊരു സർജറി ഉണ്ട്, മോർഗൻസ് ടെക്നിക്ക് എന്ന് പറയുന്ന സർജറി ഉണ്ട്. ആ സർജറി വഴി അകത്തേക്ക് തള്ളി സ്യൂച്ചർ ചെയ്ത് അങ്ങനെ പറ്റും. അല്ലെങ്കിൽ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയാനും സാധിക്കും. എടുത്ത് കളയുമ്പോൾ ചിലപ്പോൾ ഒരു 5% ഡോഗ്സിന് ഈ കോർണിയ ഡ്രൈ ആയി പോകുന്ന കണ്ടീഷൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് ഒഴിക്കേണ്ടി വന്നേക്കാം. ഇനി ചെറിയ ഐ ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിക്കറൻ്റായിട്ട് ഐക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചെറിയ ഐ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ട ഒരു രോഗമാണ്.